Hi everyone, this is Abin from Evika. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആപ്പിൾ ന്യൂസിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും കുറെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കോർ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17 ഒരു പബ്ലിക് ബീറ്റ 2ഉം അതേപോലെ ഒരു റിലീസിന്റെ ബീറ്റ 4ഉം നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ബീറ്റ യൂസേഴ്സ് എന്തായാലും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണം. ഇതിന്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും വീഡിയോ കാണുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് കാനഡയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരും അതേപോലെ കാനഡ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു അപ്ഡേഷൻ. അതെന്താണെന്ന് വെച്ചാൽ എയർ കാനഡ ആപ്പിളിന്റെ TV+ന്റെ ഫുൾ കോണ്ടന്റും അവിടെ ഫ്ലൈറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണോ, നിങ്ങളൊരു ആപ്പിൾ TV ഫാൻ ആണെങ്കിൽ എയർ കാനഡയിലാണ് നിങ്ങൾ ഫ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയ ഒരു ഷോയും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റും. നമ്മുടെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ബഗ് ഫിക്സിന്റെ ഒരു ന്യൂസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ കുറേ അധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു കീ ആണ് ഈ പറയുന്ന FCP അഥവാ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. അതിന് ഈ അടുത്ത് വന്ന ഒരു അപ്ഡേഷനിൽ ഒരു ബഗ് വന്നു. ആ ബഗ് എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീസ് ആവുന്ന ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നം റിസോൾവ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഈ പറഞ്ഞ FCPയുടെ ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണം. അന്നേരമാണ് ഈ പറഞ്ഞ പ്ലേ ബാക്കിന്റെ ഒരു ഫ്രീസിങ് ഇഷ്യൂ നമുക്ക് മാറുകയുള്ളൂ. അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സെപ്റ്റംബറിൽ 13-ാം തീയതി ആയിരിക്കും ഈ ഒരു ആപ്പിൾ ഇവന്റ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ആപ്പിൾ ഇവന്റ് വരാൻ പോകുന്നത്. ഈ ഒരു ആപ്പിൾ ഇവന്റിൽ നമുക്ക് പുതിയ 2 വാച്ച് സീരീസും കാണാൻ പറ്റും. ഒരു വാച്ച് സീരീസ് 9ഉം അതേപോലെ ഒരു അൾട്രാ സെക്കൻഡ് ജനറേഷനും. വാച്ച് സീരീസ് 9ൽ കുറേയധികം മാറ്റങ്ങളും അതേപോലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ ഒരു ചിപ്സെറ്റും നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ അൾട്രയുടെ സെക്കൻഡ് ജനറേഷൻ ഒരു ബ്ലാക്ക് ഫിനിഷിലായിരിക്കും വരാൻ പോകുന്നത്. അതും ഇപ്പോൾ വന്നിരിക്കുന്ന അൾട്രയേക്കാളും ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയിലും കുറച്ചും കൂടെ റെഗഡ്നെസ്സും ഈ പറഞ്ഞ ആപ്പിളിന്റെ അൾട്രാ വാച്ച് 2ല് നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ AirTagന്റെ ഒരു കാര്യമാണ്. 2024 ഒരു പുതിയ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ AirTag ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 3D മാപ്പിങ്ങും അതേപോലെ കുറേയധികം എന്താ പറയുക കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻ ഫൈൻഡിങ്ങും AirTagൽ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു AirTag അത്യാവശ്യം നല്ല പ്രിസൈസ് ആയിട്ടും കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു AirTag കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ AirTag എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക ആപ്പിളിന്റെ കഴിവ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് AirTag എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2024 അത് കാണിക്കുകയും ആ ഒരു ഇയറിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ AirTag ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഈ കൊല്ലം സെപ്റ്റംബറിൽ വരുന്ന ഈ ഇവന്റിൽ നമ്മുടെ iPhone 15 സൈനപ്പ് എന്തായാലും നമുക്ക് കിട്ടും. അതിൽ പ്രോ സീരീസിന്റെ ബേസ് വേരിയന്റ് വരുന്നത് 256 GB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ബേസ് വേരിയന്റ് 128 GB ആണ്. പക്ഷെ പ്രോ സീരീസിലേക്ക് വരുമ്പോൾ അതിന്റെ ബേസ് വേരിയന്റ് തന്നെ വരാൻ പോകുന്നത് 256 GB ആണ്. എന്തുകൊണ്ടും അത് നല്ല തീരുമാനം തന്നെയാണ്. കാരണം ഈ 128 GB പറയുമ്പോൾ പെട്ടെന്ന് സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിപ്പോൾ ഈ പറഞ്ഞ സിനിമാറ്റിക് ആണെങ്കിലും ഈ പറഞ്ഞ ഡോൾബി വിഷനിലാണെങ്കിലും ഈ പറയുന്ന HDR ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ സൈസ് ഭയങ്കര കൂടും. അതുകൊണ്ട് തന്നെ 128 GB ഒക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിപ്പോൾ 256 GB ആണെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ജാം പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കുറച്ചധികം എന്താ പറയുക ഹാപ്പി ആക്കാവുന്ന ഒരു ന്യൂസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആപ്പിൾ കാർഡ് ഇന്ത്യയിലേക്ക് വരികയാണ്. HDFC ബാങ്ക് ആണ് അതിന് കൂടുതലും, അല്ലെങ്കിൽ HDFC ബാങ്ക് മാത്രമാണ് അതിന് പാർട്ണർഷിപ്പ് എടുക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ കാർഡ് യൂസേഴ്സിന്റെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ 10 ബില്യൺ യൂസേഴ്സ് ആണ് എക്സിസ്റ്റിംഗ് ആയിട്ട് ആപ്പിൾ കാർഡ് യൂസ് ചെയ്യുന്നത്. അതൊരു വലിയ എമൗണ്ട് ഓഫ് യൂസേഴ്സ് തന്നെയാണ്. ആ ഒരു യൂസേഴ്സിനെ മിനിമം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ കാർഡ് ഇന്ത്യയിലേക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൾ കാർഡ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുകയില്ലോ നമ്മുടെ വീഡിയോ തൊട്ടതാത്ത് കമന്റ് ചെയ്യുക. ആപ്പിൾ കാർഡിന്റെ കുറച്ചധികം ഫീച്ചേഴ്സും അതേപോലെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആപ്പിൾ കാർഡ് വരാനെന്നൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കാണണം. നമ്മുടെ ആപ്പിൾ വാച്ചിന്റെ കാര്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ഈ ഒരു ആപ്പിൾ വാച്ചിന് ഒരു പുതിയ പാക്കേജിങ് രീതിയും ആപ്പിൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് ആപ്പിളിന്റെ വിഷൻ പ്രോ എന്ന് പറയുന്നത്. ഇപ്പോൾ വിഷൻ പ്രോവിന്റെ ഒരു ഡെവലപ്പർ കിറ്റ് റിലീസ് ആയെന്ന് ഞാൻ ലാസ്റ്റ് വീക്കിൽ വന്ന ആപ്പിൾ ന്യൂസിൽ പറഞ്ഞായിരുന്നു.
പക്ഷേ ആ ഒരു ഡെവലപ്പേഴ്സ് കിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു DKൻ്റെ കുറച്ചധികം എഗ്രിമെൻറ്റും ടേംസ് ആൻഡ് കണ്ടീഷൻസും നോക്കുമ്പോൾ ഇന്നേ വരെ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് കാണാത്ത ഒരു വിയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം മാറ്റി നിർത്തുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന ആപ്പിൾ വിഷൻ പ്രോൻ്റെ DKയിൽ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങരുത്, നമ്മുടെ വീടിനുള്ളിലാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റിലേറ്റീവ് പോലും കാണരുത്, വേറെ ഒരു വ്യക്തി ആ ഒരു സാധനം എടുക്കരുത്. അങ്ങനെ കുറേ അധികം നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന വിഷൻ പ്രോൻ്റെ DKയിലേക്ക് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്പിൾ കാർഡ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്തുകൊണ്ടും ആപ്പിൾ യൂസേഴ്സിന് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ കുറച്ചും കൂടെ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരു കപ്പിൾ സ്വന്തം മോളെ ഈ പറഞ്ഞ iPhone 14 വാങ്ങിക്കാൻ വേണ്ടി വിറ്റു എന്നാണ് പറയുന്നത്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ന്യൂസ് ആണ്. ഈ ഒരു ന്യൂസ് ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഫോൺ എടുക്കാനുള്ള റീസൺ അവർക്ക് റീൽസ് ഇടാനും അതേപോലെ ട്രാവൽ വ്ലോഗ് ഇടാൻ വേണ്ടിയാണ് അവർ iPhone 14 പ്രിഫർ ചെയ്തത്. സ്വന്തം മോളെ വിറ്റുകൊണ്ട് ഒരു iPhone 14 എടുക്കേണ്ട അത്രമാത്രം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തികളായി മാറി തുടങ്ങിയെന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യക്കാർ. പക്ഷെ അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളും ചിന്തിക്കണം. നമ്മളിങ്ങനെ പറയുമ്പോൾ iPhone ഒരു പ്രൊഡക്റ്റാണ്. ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഒരു മിഷന് വേണ്ടി സ്വന്തം ലൈഫ് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടമുള്ള ഒരാളുടെ നമ്മുടെ സ്വന്തം മക്കളുടെ ലൈഫ് കൊടുത്ത് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്കാരാവരുത് നമ്മൾ. നമുക്ക് കുറച്ചുകൂടി കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതിനെതിരെ അല്ലെങ്കിൽ നമുക്കത് പറ്റുന്ന പോലെ നമ്മൾ എന്തായാലും പറയണം അത് തെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ എടുക്കുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേയധികം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Xavier signing from Evika.